നമുക്ക് കിരണിന്റെയും കല്യാണിന്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മനോഹറിനെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് കിരൺ വരുവാണ്. അങ്ങനെ മനോഹറിനെ കണ്ട് സംസാരിക്കുന്ന സമയത്ത് കിരൺ പറഞ്ഞു, എടാ നിന്നെ കൊല്ലാനായിട്ട് സരു ആളെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. അത് കേട്ടപ്പോ മനോഹർ പറഞ്ഞു, ഇതൊക്കെ ഞാൻ നേരത്തെ പ്രതീക്ഷിച്ച സാറേ. ഇനിയിപ്പൊ സാർ എനിക്ക് വേണ്ടി ബുദ്ധിമുട്ടണ്ട. എന്റെ മോളെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട. എന്റെ മോളെ കൊണ്ടുവന്നാലും അതിനി സാറിന് ചിലപ്പം പ്രശ്നങ്ങളാവത്തുള്ളൂ. അത് കേട്ടപ്പോ കിരൺ പറഞ്ഞു, എടാ അല്ല അത് പിന്നെ നീ ഇനിയിപ്പൊ ജയിലിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ എനിക്കറിയാം സാറേ, ഞാൻ ജയിലിലേക്ക് പോകുന്നൊന്നും ഉറപ്പില്ല. കാരണം അതിനു മുമ്പ് മിക്കവാറും എന്നെ ഇവിടെ വെച്ച് തീർക്കാനായിരിക്കും അവളുടെ തീരുമാനം. ജയിലിലേക്ക് ഞാൻ പോയിട്ടുണ്ടെങ്കിൽ എന്നെ കിട്ടില്ല എന്നറിയാലോ. എടാ പിന്നെ നീ സൂക്ഷിക്കണം. എന്ത് സൂക്ഷിക്കാനാ സാറേ? ഞാൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷയാണ് ഞാനിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര പെൺകുട്ടികളുടെ ജീവിതം ഞാൻ തല്ലിച്ചതച്ച് കളഞ്ഞത്. ഇപ്പൊ കണ്ടില്ലേ, ഇപ്പൊ എനിക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നുണ്ട്. ഞാൻ ഇങ്ങനെ അനുഭവിക്കേണ്ടവനാ. ഞാൻ ഇങ്ങനെ അനുഭവിച്ച് തന്നെ തീരട്ടെ. ഇതായിരിക്കും എന്റെ വിധി. അത് കേട്ടപ്പോ കിരൺ പറഞ്ഞു, എനിക്കറിയാം നിന്റെ മാനസികാവസ്ഥ എന്താന്ന്. ഇപ്പൊ നിന്റെ മനസ്സിൽ കുറ്റബോധമുണ്ട്. കാരണം സാരിയുവിന് നിന്നോട് ഇത്രയ്ക്ക് ദേഷ്യം തോന്നണമെങ്കിൽ നീ എത്രമാത്രം അവളെ സ്നേഹിച്ചിരുന്ന് എനിക്കറിയാം. സ്നേഹിച്ചിരുന്ന് പറഞ്ഞാൽ സ്നേഹം അഭിനയിച്ചിരുന്ന് എനിക്കറിയാം. അത് സാറേ, ശരിക്കും ഞാൻ സ്നേഹം അഭിനയിക്കുമായിരുന്നു അവളുടെ മുന്നിൽ. കിരൺ പറഞ്ഞു, എടാ ഞാൻ എന്റെ കല്യാണിക്ക് കൊടുക്കുന്നേക്കാളും സ്നേഹം അഭിനയിച്ചു നീ അവളോട്. എന്റെ കല്യാണിയോട് എനിക്കുള്ള ഒറിജിനൽ സ്നേഹമായിരുന്നു. പക്ഷെ എങ്കില് നീ എന്ത് ചെയ്തു? നീ അവളെ സ്നേഹിച്ച് അഭിനയിക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ കണ്ടില്ലേ? അത് സാറേ, അതൊക്കെ അങ്ങനെ സംഭവിച്ചു. നീ പേടിക്കേണ്ട മനോഹറെ. നിനക്കുള്ള ശിക്ഷ ഇപ്പൊ കിട്ടിയിരിക്കുന്നേ. നീ ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷ. ഒരു പക്ഷെ നിന്റെ ജീവിത സാഹചര്യമായിരിക്കും നിന്നെ ഇങ്ങനെ ആക്കി മാറ്റിയത്. സാരമില്ല, ജയിൽ ശിക്ഷയൊക്കെ കഴിഞ്ഞ് പുറത്തിറക്കി കഴിയുമ്പോ നിനക്ക് നല്ലൊരു ജീവിതം പുറത്തുണ്ടാവും. അങ്ങനെ ഒരു പ്രതീക്ഷയില്ല സാറേ. എനിക്കങ്ങനെ നല്ല ജീവിതമൊന്നും വേണ്ട. കാരണം ഞാൻ ചെയ്ത തെറ്റിലുള്ള ശിക്ഷ എനിക്ക് കിട്ടിയേ മതിയാവുള്ളൂ. കിരൺ പറഞ്ഞു, എടാ ഈ പറയുന്ന സരുവിന്റെ അമ്മ അവരെല്ലാരും തെറ്റ് ചെയ്തവരല്ലേ? തെറ്റ് ചെയ്യാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. അപ്പൊ നീ ഒരു തെറ്റ് ചെയ്തു, അത്രയും നീ കൂട്ടിയാൽ മാത്രം മതി. നീ തൽക്കാലത്തേക്ക് പേടിക്കൊന്നും വേണ്ട, ധൈര്യമായിട്ടിരിക്കുക. അങ്ങനെ മനോഹറിനെ സമാധാനിപ്പിച്ച് ഞാൻ പിന്നെ വരാന്നൊക്കെ പറഞ്ഞിട്ടാണ് കിരൺ അവിടെ നിന്ന് ഇറങ്ങുന്നത്. പിന്നീട് കിരൺ വീട്ടിലേക്ക് വന്നപ്പോ കല്യാണി വെച്ച്, കിരണേട്ട മനോഹറിനെ കണ്ടിട്ട് എങ്ങനെയുണ്ട്? ഇനിയിപ്പം അവനെ കുഞ്ഞിനെ കാണിക്കാനായിട്ട് കൊണ്ടുചെല്ലണ്ടെന്നാ പറഞ്ഞ്. അതെന്താ കിരണേട്ട? ഇനിയിപ്പൊ അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ സരിയോ എങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമാവുന്നു. അത് ശരിയാ, സരിയോ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവള് നമ്മളെ വെറുക്കും. എന്നാലും അവൻ ജയിലിലേക്ക് പോകുന്നതിന് മുമ്പ് കുഞ്ഞിനൊന്നും കൊണ്ട കാണിക്കേണ്ടതായിരുന്നല്ലോ. സാരമില്ല, ജയിലിൽ പോയി കഴിഞ്ഞാലും നമുക്ക് എങ്ങനെയെങ്കിലും കുഞ്ഞിനെ ഒന്ന് കൊണ്ട കാണിക്കാവനെ. അല്ലെങ്കിലും ഇപ്പൊ അവന് ഭയങ്കര മാറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷയല്ലേ അവന് കിട്ടിയിരിക്കുന്നേ. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഒരു 10-12 വർഷമെങ്കിലും അവൻ ജയിലിൽ കിടക്കേണ്ടി വരും. ഒരു പക്ഷെ അതിനുശേഷം അവൻ പുറത്തിറങ്ങി കഴിയുമ്പോ അവൻ എന്താണെങ്കിലും നല്ലവനായിരിക്കും. ആ ഒരു കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. ഇപ്പൊ തന്നെ കണ്ടില്ലേ, അവന് കുറെ മാറ്റമുണ്ടെന്ന് പറഞ്ഞാലും അവന് ശിക്ഷ അവന് ശിക്ഷ അനുഭവിച്ചാൽ മതിയാവുള്ളൂ. കല്യാണി പറഞ്ഞു, അത് ശരിയാ. ഈ പറയുന്ന രാഹുലിനെ, വിക്രത്തിനെയും ഗംഗാപ്രസാദിനെയും ഒക്കെ വെച്ച് നോക്കുമ്പോ മനോഹർ ഒന്നുമല്ല. കാരണം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ മനോഹറിനെ എനിക്ക് ഇഷ്ടമാണ്. അവന്റെ ജീവിത സാഹചര്യങ്ങളാണ് അവനെ ഇങ്ങനെയാക്കി മാറ്റിയത്. കിരൺ പറഞ്ഞു, അത് ശരിയാ കല്യാണി. പക്ഷെ അവന് ഒത്തുള്ള ജീവിതം സരിയു ഇപ്പൊ ആഗ്രഹിക്കുന്നില്ലല്ലോ. ഇനിയിപ്പൊ അവൻ എത്ര നല്ലവനായെന്ന് പറഞ്ഞാലും ചിലപ്പോ പറയാൻ പറ്റില്ല. വർഷങ്ങൾ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും സരിയുവിന്റെ മനസ്സിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായാലോ. ഇനി അവന് ജയിലിൽ നിന്ന് പുറത്തു വന്നാലും അവൻ നല്ലവനായിട്ടായിരിക്കും വരുന്നത്. പഴയ അഭിനയൊന്നും ആയിരിക്കില്ല സ്നേഹം. സരിയുവിനോടുള്ള ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം തന്നെയായിരിക്കും. അങ്ങനെ തന്നെ ആവട്ടെ. അല്ലെ കിരണേട്ട, അവർ തമ്മിൽ നല്ലൊരു ജീവിതം ഉണ്ടാവണം എന്നാണ് എന്റെ പ്രാർത്ഥന. ഒരു പക്ഷെ പറയാനും പറ്റില്ല, ചിലപ്പോ അങ്ങനെയുള്ള ചാൻസ് ഒക്കെ ഉണ്ടെന്ന് പറയാ. ആ സമയം കല്യാണി പറഞ്ഞു, എനിക്കെന്തോ സരു ആയതുകൊണ്ട് ഒന്നും കൂടെ വിശ്വസിക്കാൻ പറ്റില്ല. സരുവിന്റെ സ്വഭാവം നമുക്ക് നന്നായിട്ട് അറിയാവുന്നല്ലേ. സരു എന്തിനും മടിക്കില്ല. സരുവിന് ഇപ്പൊ തന്നെ ആകെപ്പാടെ സമനില ഏറ്റാൻ പറ്റില്ല. ഇനിയിപ്പൊ അവനെ കൊല്ലാതെ സരുവിന് ആ മനസ്സൊന്ന് ശാന്തമാവാനും പോകുന്നില്ല. അത് കേട്ടതും കിരൺ പറഞ്ഞു, ഞാൻ മനോഹറിനോട് പറഞ്ഞിട്ടുണ്ട് സൂക്ഷിച്ചും കണ്ട് നിൽക്കണമെന്ന്. കാരണം ഇനിയിപ്പൊ ജയിലിലേക്ക് തിരികെ പോയാലും അവന്റെ അവസ്ഥ എന്താവെന്ന് അറിയില്ല. അവൻ തലക്കടിച്ചാന് ആ രാഹുലിന് ശിക്ഷ കൂട്ടി കിട്ടിയെന്നല്ലാതെ അയാളെ ജയിലിൽ മാറ്റിയിട്ടൊന്നും ഇല്ലല്ലോ. അപ്പൊ അകത്തേക്ക് എന്നാലും അവനെ കൊല്ലാനായിട്ട് രാഹുൽ വരും. അതൊരു പക്ഷേങ്കില് ദുരന്തത്തിൽ ചെന്ന് കലാശിക്കുള്ളൂ. അതോടൊപ്പം തന്നെ കൊല്ലാനായിട്ട് രാഹുൽ നടക്കുകയെ മരിക്കാനായിട്ട് മനോഹർ ഇറങ്ങി നടക്കുകയോ ചെയ്യുന്നത്. മനോഹറിന് പണ്ടത്തെ പോലൊന്നുമില്ല, പേടിയൊന്നുമില്ല. കൊല്ലട്ടെ എന്നൊരു ചിന്താഗതി മാത്രമേ ഉള്ളൂ. അത് കേട്ടപ്പോ കല്യാണി പറഞ്ഞു, അതാണ് ഏറ്റവും ഭയക്കേണ്ടത്. എന്ത് ചെയ്യാൻ പറ്റും കല്യാണി? അവന്റെ വിധി എന്താന്ന് വെച്ചാൽ അങ്ങനെ തന്നെ നടക്കട്ടെ. നമുക്ക് അവനെ ചേർത്ത് പിടിക്കുന്നതിന് ഒരു പരിധിയൊക്കെ ഇല്ലെന്ന് ചോദിച്ചു.
പിന്നീട് കാട്ടിനകത്ത് ഗംഗാപ്രസാദ് അമ്പെയ്ത്ത് പരിശീലിക്കുകയാണ്. ആ സമയം അമലു അങ്ങോട്ടേക്ക് വന്നു. അങ്ങനെ അമലു പറഞ്ഞതേ ഇങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് ഗംഗാപ്രസാദിനോട് ചേർന്ന് നിന്നു. ചേർന്ന് നിന്നിട്ട് ഇങ്ങനെ അമ്പ ചെയ്യാനായിട്ട് പഠിപ്പിക്കുകയാണ്. ആ സമയത്താണ് കിരൺ കാട്ടിലേക്ക് വരുന്നത്. അങ്ങനെ കിരൺ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും അവിടെ ഗംഗാപ്രസാദ് നിൽക്കുന്ന കണ്ടു. പെട്ടെന്ന് ഗംഗാപ്രസാദിന്റെ അടുത്തേക്ക് ഓടി വരുന്ന സമയത്ത് ഗംഗാപ്രസാദ് അമ്പ ചെയ്യുവാണ്. കൃത്യം ആ അമ്പ് വന്ന് കിരണിന്റെ നെഞ്ച് തുളച്ചു കയറി കിരൺ അങ്ങോട്ട് മറിഞ്ഞു വീഴുവാണ്. അപ്പോഴേക്കും കല്യാണി ഞെട്ടി എഴുന്നേറ്റു. അതൊരു സ്വപ്നമായിരുന്നു. ആ സമയത്ത് കിരൺ ചാടി എഴുന്നേറ്റിട്ട് ചോദിച്ചു, എന്താ കല്യാണി, എന്ത് പറ്റിയെന്ന് ചോദിക്കണം. കിരണേട്ട, ഞാനൊരു സ്വപ്നം കണ്ടെന്ന് പറയണം. സ്വപ്നമോ? അതെ, ആ ഗംഗാപ്രസാദ്. ഓ, ഇതുവരെയായിട്ട് ഇത് വിടാറായില്ല. അല്ല കിരണേട്ട, എനിക്കെന്ത് പറയണമെന്ന് അറിയില്ല. ഇതേ കല്യാണി, നീ ഇങ്ങനെ ഒന്ന് സമാധാനിക്കുക. വെറുതെ സ്വപ്നം കണ്ടതിന്റെ പേരില്ല നീ ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ. സ്വപ്നമല്ലേ നീ കണ്ടേ, നീ അതിന് ഇത്രമാത്രം ടെൻഷൻ അടിക്കേണ്ട കാര്യം എന്താ? കിരണേട്ടൻ അത് പറയാം, പക്ഷെ എന്റെ അവസ്ഥ എനിക്കല്ലേ അറിയത്തുള്ളൂ. ഞാൻ എത്രമാത്രം ടെൻഷൻ അടിക്കുന്നുണ്ടെന്ന്. അവന്റെ ബോഡി കിട്ടാത്തിടത്തോളം കാലം അവൻ മരിച്ചെന്ന് വിശ്വസിക്കാനായിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അത് മാത്രമല്ല, അറിയാലോ, ഞാൻ ഗംഗാപ്രസാദിനോട് ഇപ്പൊ ഒരു പെൺകുട്ടിയും കൂടെ കണ്ടായിരുന്നു പറയാണ്. പെൺകുട്ടിയോ? ഒരു പക്ഷെ കിരണേട്ട നേരത്തെ അവിടെ കാട്ടി ചെന്ന് കഴിഞ്ഞപ്പോ ഒരു മൂപ്പന്റെ മോളെ കണ്ടെന്ന് പറഞ്ഞില്ലേ, ആ പെൺകുട്ടിയാണോന്ന് പോലും എനിക്ക് സംശയമുണ്ട്. ഞാൻ സ്വപ്നത്തിൽ കണ്ട ആ പെൺകുട്ടിയുടെ ഫോട്ടോ വല്ലതും കൊണ്ടുപോകണേ കൃത്യമായിട്ട് പറയായിരുന്നു. കിരൺ പറഞ്ഞു, നീ ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞുകൊണ്ട് കല്യാണി ചേർത്ത് നെഞ്ചിലേക്ക് പിടിച്ച് കിടത്തുക. എന്നിട്ട് പറഞ്ഞു, നീ വിഷമിക്കാതിരിക്കുക. പിന്നെ നീ കാണുന്ന സ്വപ്നങ്ങളൊക്കെ ഒരുമാതിരിയെല്ലാം ബലിക്കാറുണ്ട്. അത് ഓർക്കുമ്പോഴേ എനിക്കൊരു സംശയം. എന്നാലും ഇതങ്ങനെ വരാൻ വഴിയില്ല. കാരണം അവനെ ഞാൻ ഇടിച്ചിഞ്ച പരിവാക്കി കൊക്കയിലേക്ക് വലിച്ചെറിഞ്ഞു. ഒടുവിലവൻ പുഴയിലേക്കാ പോയി വീണത്. ഇനിയിപ്പൊ അവന് വരാനൊന്നും പോകുന്നില്ല. എന്നാലും കിരണേട്ട, എന്തിനാ നീ വിഷമിക്കണേ? സാരമില്ല. ഇനി എന്തായാലും കാട്ടി പോവാണെങ്കിലേ ആ മൂപ്പന്റെ വീട്ടിലും കൂടി ഒന്ന് പോവാം. അല്ല, നീ എന്ത് സ്വപ്നമാ കണ്ടേ? അത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരു പെങ്കൊച്ചിന്റെ കാര്യം. അവളും ഗംഗാപ്രസാദും കൂടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് കിരണേട്ടൻ അങ്ങോട്ട് ചെല്ലുന്നേ. അങ്ങനെ ചെല്ലുമ്പോ കിരണേട്ടനെ അമ്പ ചെയ്യുക. അമ്പ ചെയ്യാനോ എന്റെ കല്യാണി? ഇന്നത്തെ കാലത്ത് ഈ അസ്ത്രമൊക്കെ ഉണ്ടോ? കിരണേട്ട, കാട്ടിലൊക്കെ അത് കാണും. കാട്ടുമൂപ്പന്മാരുടെ കയ്യിലൊക്കെ ഈ വിദ്യ അറിയായിരിക്കും. അവൻ ചിലപ്പം കാട്ടിൽ നീ വിദ്യകളൊക്കെ പഠിച്ചിട്ടായിരിക്കും വരുന്നതെന്ന് അറിയത്തില്ലല്ലോ. അവൻ ചിലപ്പോ അവരുടെ അടുത്ത് ആ വിദ്യകളൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ പഠിക്കുമെന്നുള്ള കാര്യം ഉറപ്പാ. അതെ, അതൊന്നും ഓർത്ത് നീ ടെൻഷൻ അടിക്കണ്ട. ഇതൊക്കെ നിന്റെ ഭയം കൊണ്ട് നിനക്ക് തോന്നാ. അതൊക്കെ പറഞ്ഞ് കിരൺ കല്യാണിയെ ആശ്വസിപ്പിച്ചു. പിന്നീട് ഫോറസ്റ്റ് ഓഫീസറെ SI വിളിക്കുകയാണ്. SI വിളിച്ചിട്ട് ഗംഗാപ്രസാദിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയാണ്. ഒരുത്തൻ കാട് കയറിയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. അത് കേട്ടുകഴിഞ്ഞപ്പോ ഫോറസ്റ്റ് ഓഫീസർ പറഞ്ഞു, ഞങ്ങൾ നേരത്തെ കിട്ടിയ വിവരങ്ങളൊക്കെ വെച്ച അവനെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ എങ്ങും അവന് എത്തിയിട്ടില്ല, കണ്ടു കിട്ടിയിട്ടില്ലെന്ന് പറയണ. ഒരു കാര്യം ചെയ്യാം, ഒന്നുകൂടെ ഒന്ന് അന്വേഷിച്ചു നോക്കുക. ചിലപ്പോൾ അവനോട് എവിടെയെങ്കിലും ഉണ്ടോന്ന് അറിയാലോ. ശരി, ഞങ്ങൾ ഒന്നുകൂടെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാന്നൊക്കെയാണ് ഫോറസ്റ്റ് ഓഫീസർ വാക്ക് കൊടുത്തു. അതേ സമയത്ത് ഗംഗാപ്രസാദിന്റെ അടുത്തേക്ക് അമലു വന്നു. അങ്ങനെ അമലു വന്ന് മരുന്നൊക്കെ പുരട്ടുവാണ്. കിഴിയൊക്കെ കിട്ടി പുരട്ടുന്ന സമയത്ത് അമലു ചോദിച്ചു, വേദന ഉണ്ടോന്ന് ചോദിക്കാം. ഇല്ല. അങ്ങനെ ആംഗ്യം കാണിക്കുവാണ്, നീ പുരട്ടുമ്പോ എനിക്കൊരു വേദന ഇല്ലെന്ന്. അത് കേട്ടപ്പോ അമലുവിന് ഭയങ്കര സന്തോഷമായി. ആ സമയം അമലു പറഞ്ഞു, എടേ, എനിക്ക് ഈ കാട്ടിലെ ജീവിതം ഭയങ്കരമായിട്ട് മടുത്തു. നാട്ടിൽ വന്ന് ജീവിക്കാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോഴേക്കും ഗംഗാപ്രസാദ് പറഞ്ഞു, അതെ, അതിനെന്താ, ഞാൻ നിന്നെ താലി കെട്ടിക്കൊണ്ടാന്ന് ആംഗ്യം കാണിക്കുവാണ്. സത്യമാണോ പറയണേ? അതേന്ന് പറയാ. എന്നെ പറ്റിക്കുവോ? പറ്റിക്കാനോ? ഞാനോ? അങ്ങനെ പറ്റിക്കുന്ന ഒരാളായിട്ട് തോന്നിയോന്ന് ചോദിക്കുക. ഇല്ല, അങ്ങനെയൊന്നും തോന്നിയില്ല. എനിക്ക് എന്റെ വിനായകന്റെ വിശ്വാസം. അതില്ല ഞാനിങ്ങനെ കൂടെ തന്നെ നടക്കുന്നേ. എനിക്കറിയാം എന്നെ ഇവിടുന്ന് കൊണ്ടുപോകുന്നുള്ള കാര്യം. പിന്നെ വിനായകന്റെ എന്റെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമാ. പിന്നീട് അമല് പറഞ്ഞു, അതെ, ഉൾക്കാടിനകത്തൊരു അമ്മയുണ്ട്. കാടിനകത്ത് തന്നെ അമ്മ വസിക്കുന്നത്. വല്ലപ്പോഴും എങ്ങാനോ അമ്മ ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരാറുള്ളൂ. അമ്മയും മൃഗങ്ങളൊന്നും അങ്ങനെ ഉപദ്രവിക്കാറൊന്നുമില്ല. അങ്ങനെ ഒരു തവണ വന്നു കഴിഞ്ഞപ്പോ അമ്മ പറഞ്ഞു, എന്നെയും വിവാഹം കഴിക്കാനായിട്ട് നാട്ടിൽ നിന്ന് ഒരാൾ വരുമെന്ന്. ആ ആളാണോ വിനായകേട്ടൻ ചോദിക്കുകയാണ്. വിനായകനൊന്നും മിണ്ടാതെ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ തല കുലിക്കുകയാണ്. അതൊക്കെ കണ്ടപ്പോ തന്നെ ഭയങ്കര സന്തോഷമായി അമലുവിന്. അമലു പെട്ടെന്ന് വിനായകന്റെ കൈയൊക്കെ എടുത്ത് ഇങ്ങനെ തലോടുകയാണ്. ആ സമയം വിനായകൻ തന്റെ നെഞ്ചോട് ചേർത്ത് അമലുവിനെ പിടിച്ചു. അമലു ചോദിച്ചു, എന്താ ഇത്? ദൈവമേ, ആരെങ്കിലും കണ്ടോണ്ട് വന്ന പ്രശ്നവും, ആര് വേണമെങ്കിലും കാണട്ടെ എന്ന് വിനായകൻ പറഞ്ഞു. അപ്പോഴേക്കും അമലു പറഞ്ഞു, എനിക്കിപ്പോഴും സന്തോഷമായി. എന്നെ കൊണ്ടുപോലോ അല്ലേ, എന്നെ പറ്റിക്കില്ലല്ലോ. ഇല്ല എന്ന് പറയാണ്. അങ്ങനെയാണെ പ്രശ്നമില്ല. എന്നെ കല്യാണം കഴിക്കണം. എന്നെ കല്യാണം കഴിച്ച് വേണം കൊണ്ടുപോകാനായിട്ട്. എനിക്ക് വിനായകയുടെ ഒപ്പം ജീവിക്കാനായിട്ട് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞു. ആ സമയം ഗംഗാപ്രസാദ് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കണം, ഇവള് തന്നോടൊപ്പം ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. താൻ ആ കാർത്തികയുടെ കല്യാണം മുടക്കാനായിട്ടും എത്രയും പെട്ടെന്ന് ആ കല്യാണം മുടക്കണം, അതിനു വേണ്ടിയിട്ടുള്ള പ്ലാനാ താൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതൊന്നും ഇവൾക്ക് അറിയത്തില്ലോ എന്നൊരു ചിന്തയായിരുന്നു അവന്റെ മനസ്സിനറിയാം.
അപ്പൊ ആ വിശേഷങ്ങളൊക്കെ ഇന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.